ഓക്കെ, നമുക്കൊപ്പം ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, ഇന്നും സഭയിൽ പ്രതിഷേധത്തിനാണ് സാധ്യത. ബജറ്റിന് ഒരു ദിവസം അവശേഷിക്കെ സഭയിൽ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം? ഇന്നലെ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സ്പീക്കർ നൽകിയില്ല. അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുന്നത് കണ്ടു. ഒപ്പം തന്നെ സഭാ കവാടത്തിൽ നജീബ് കാന്തപുരവും CR മഹേഷും ഇപ്പോഴും സത്യാഗ്രഹം തുടരുകയുമാണ്. ഇന്നും സഭയിൽ നാടകീയമായ നീക്കങ്ങൾ പ്രതീക്ഷിക്കാമോ? എന്തൊക്കെ വിഷയങ്ങളാവും ഇന്നും സഭയിൽ ഉന്നയിക്കുക സ്വർണ്ണക്കൊള്ളയല്ലാതെ? ഗുഡ് മോർണിംഗ് അരുൺ. പറഞ്ഞതുപോലെ നിയമസഭാ സമ്മേളനം ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ള ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണുന്നതും. അരുൺ പറഞ്ഞതുപോലെ നജീബ് കാന്തപുരവും CR മഹേഷിൻ്റെയും സമരം തുടരുകയുമാണ്. പക്ഷേ നിയമസഭാ സമ്മേളനം അലമ്പാക്കാതെയുള്ള ഒരു സമരമാണ് പ്രതിപക്ഷം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മറുഭാഗത്ത് സമരം ചെയ്ത് ബഹിഷ്കരിച്ച് പോവുക എന്നൊരു രീതിയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കൂടാതെയുള്ള നിരവധി വിഷയങ്ങൾ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയം, അതുപോലെ തന്നെ കുമ്പളയിലെ ടോൾ പ്ലാസ വിഷയം, വിളപ്പിൽശാലയിലെ ചികിത്സാ പിഴവ് തുടങ്ങിയ വിഷയങ്ങളെല്ലാം നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്ന അവസാന നിയമസഭാ സമ്മേളനം എന്ന നിലയിലുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ എത്രത്തോളം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിഷയങ്ങൾ കൊണ്ടുവരാൻ കഴിയും, അത്രത്തോളം മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന ഒരു വിലയിരുത്തലിലാണ് പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്. സമരം തുടരുക തന്നെ ചെയ്യുമരും. ഓക്കെ, സംഭവ ബഹുലമാകും ഇന്നും പ്രതിപക്ഷത്തിന്റെ സമരം. സഭാ കവാടത്തിൽ 2 MLA-മാർ ഇപ്പോഴും സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു. റോഷി, അവരിപ്പോഴും സഭാ കവാടത്തിൽ തന്നെ തുടരുകയാണ് അല്ലേ? റോഷിയും എനിക്ക് തോന്നുന്നു ടി വി പ്രസാദും സഭാ കവാടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അവർ രാത്രിയിലൊന്നും കഴിച്ചിട്ടൊന്നുമില്ലേ? നിരാഹാര സത്യാഗ്രഹം അല്ലെന്ന് തോന്നുന്നു അല്ലേ? സത്യാഗ്രഹ സമരമാണ്. അരുൺകുമാർ, അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ്. ഈ കാണുന്ന നിയമസഭാ മന്ദിരത്തിന്റെ പ്രധാന കവാടം, ആ പ്രധാന കവാടത്തിന് അകത്താണ് നജീബ് കാന്തപുരവും ഒപ്പം CR മഹേഷ്, കരുനാഗപ്പള്ളി MLA CR മഹേഷും പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരവും സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. ഈ സമരം, ഈ സെഷൻ മുഴുവൻ നാളെ ബജറ്റ് കഴിയുന്നതോടെ തൽക്കാലത്തേക്ക് ഇവിടെ പിരിയുന്നുണ്ട്. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സഭ വീണ്ടും ചേരുക. അതുകൊണ്ട് ഒരുപക്ഷെ ബജറ്റ് കഴിഞ്ഞ് സഭ പിരിയുമ്പോൾ ഈ സത്യാഗ്രഹ സമരം അവിടെ പിരിയാനാണ് സാധ്യത. പിന്നീട് അടുത്ത സെഷൻ തുടങ്ങുമ്പോൾ, അടുത്ത ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുമ്പോൾ വീണ്ടും സമരം ആ രീതിയിലാകാനാണ് സാധ്യത. ഏതായാലും ഈ പ്രതിഷേധം പുറത്തു നടക്കുന്ന ഈ സത്യാഗ്രഹ സമരം, അതിൻ്റെ ഒരു ശക്തമായ പ്രതിഷേധം സഭയ്ക്കകത്ത് പ്രതിഫലിക്കും. അത് ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും സഭയ്ക്കകത്തുണ്ടാകും എന്നതാണ് ഒരു പ്രത്യേകത. കാരണം ചോദ്യോത്തരവേളയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം എടുത്ത തീരുമാനം. കാരണം ചോദ്യോത്തരവേളയിൽ പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം വരട്ടെ. അതിനുശേഷമുള്ള സമയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. അടിയന്തര പ്രമേയമൊക്കെ കഴിഞ്ഞുള്ള സമയം. ഇന്ന് ചികിത്സാ പിഴവാണ്. ഈ വിളപ്പിൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ ചികിത്സാ പിഴവ് വ്യാപകമായി നടക്കുന്നു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ആ വിഷയം നിയമസഭയ്ക്കകത്ത് ഉയർത്താനുള്ള ഒരു ആസൂത്രണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത്. രാവിലെ 8:30 UDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം കൂടിയുണ്ട്. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് എങ്ങനെ ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ കൈകാര്യം ചെയ്യണം, ഏത് തരത്തിൽ നിലപാട് സ്വീകരിക്കണമെന്നൊക്കെ തീരുമാനിക്കുക. അതുകൊണ്ട് ആ യോഗം അനുസരിച്ചാണ്, അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും UDF തീരുമാനിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ടി വി പ്രസാദും. താങ്ക് യു റോഷി, താങ്ക് യു ടി വി പ്രസാദ്.